മെനെ പ്യാർ കിയ ഓണച്ചിത്രങ്ങളിൽ 3-ാം സ്ഥാനം. ഫൈറ്റ് കാണാൻ തിയേറ്ററിലേക്ക് കയറാം, നല്ല ഡ്രോൺ ഷോട്ടുകളും നൈറ്റ് ഷോട്ടുകളും കാണാൻ ചിത്രം കാണാം, നല്ല റിച്ച് ലുക്കിലുള്ള പാട്ടുകൾ ആസ്വദിക്കാൻ പടം കാണാം, കാമിയോ റോളിൽ എന്തിനോ വേണ്ടി തിളയ്ക്കാൻ ഒരു താരം. പക്ഷേ അപ്പോൾ ഓണച്ചിത്രങ്ങളിൽ 3-ാം സ്ഥാനം കൊടുക്കാവുന്ന ഒരു കൂൾ മൂവി, അതാണ് മെനെ പ്യാർ കിയ. ഫൈസൽ ഫസിലുദ്ദീന്റെ ആദ്യ സംവിധാനം, ഋതു ഹാറൂന്റെ മലയാളത്തിലെ 2-ാം വരവ്, പ്രീതി മുകുന്ദന്റെ മലയാളത്തിലെ ആദ്യ ചിത്രം. അപ്പോൾ ചിത്രത്തിലെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയാവുന്നത് DOP, അതായത് സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് മുൻപ് കരിമ്പും കാട്ടിൽ കുറച്ച് നൈറ്റ് ഷോട്ടുകൾ, ഒപ്പം അതിലൂടെയുള്ള ഒരു ചേസിങ്, അത് സെക്കൻഡ് ഹാഫിലും തുടർച്ച കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തമിഴ്നാട്ടിലെ മധുര കാണിക്കുമ്പോൾ ഉള്ള ആ ഡ്രോൺ ഷോട്ടുകൾ, പിന്നെ എല്ലാ പാട്ടുകളും കിഡിലൻ പാട്ടുകൾ. എടുത്തു പറയാൻ കാരണം എല്ലാ പാട്ടുകളും ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ഈ ക്യാമറയുടെ ഗുണം കൊണ്ടാണ്. അതിന് DOP കൈകാര്യം ചെയ്തിരിക്കുന്ന ഡോൺ പോളിന് ഒരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കുറച്ച് സമയത്തേക്ക് കോളേജ് കാണിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു കോളേജ് ലവ് സ്റ്റോറിയാണ് പടം. ഋതു ഹാറൂണും നായിക പ്രീതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒപ്പം നായകന്റെ കൂട്ടുകാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാർ ഒഴിച്ച്. ഇതില് സത്യത്തിൽ നായികനെ കാണുമ്പോൾ നമുക്ക് നിത്യ മേനോനെ ഓർമ്മ വരും. ബോൾഡ് ക്യാരക്ടറും റൊമാൻസും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് നായകന്റെ അച്ഛനായിട്ട് ജിയോ ബേബി വരുന്നുണ്ട്. മകന്റെ മനസ്സ് മനസ്സിലാക്കുന്ന നല്ലൊരു അച്ഛനായിട്ട് അദ്ദേഹം പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നുണ്ട്. കാരണം ചിത്രം കാണുമ്പോൾ ഏതൊരു ചെറുപ്പക്കാരനും ചിന്തിച്ചു പോകും, ഇതുപോലൊരു അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതായത് ആ ഒരു ഫ്രണ്ട്ലി മൂഡുള്ള ആ മകന്റെ മനസ്സ് മനസ്സിലാക്കുന്ന നല്ലൊരു അച്ഛൻ. പിന്നെ നല്ലത് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് വെട്ടിയാറിനെ മാറ്റി നിർത്താൻ കാരണം അദ്ദേഹത്തിന്റെ റീലുകളിൽ എങ്ങനെ വരുന്നോ അതേ പ്രകടനം സിനിമയിലും പുറത്തെടുത്തു. അതിനപ്പുറം ഒന്നും ചെയ്തതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് അസ്കർ അലി. കോമഡി പാളിപ്പോയി, പക്ഷെ സീരിയസ് രംഗങ്ങൾ കലക്കി. അതുകൊണ്ട് നല്ല സംവിധായകരുടെ കീഴിൽ സീരിയസ് വേഷങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ സിനിമയിൽ പിടിച്ചു നിൽക്കാം, അത്രേ പറയാനുള്ളൂ. അതായത് ഈ സിനിമയിൽ മോശമായി എന്നല്ല അസ്കറിനെ കുറിച്ച് പറഞ്ഞത്, JSKയിൽ കിട്ടിയ പേര് കളഞ്ഞു കുളിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ സംവിധായകന് കാര്യങ്ങൾ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റാതായ പോലെ തോന്നി. ക്ലൈമാക്സും എന്തോ വ്യത്യസ്തത വരുത്താൻ വേണ്ടി വ്യത്യസ്തത വരുത്തിയ പോലെ അങ്ങോട്ട് ഒത്തില്ല എന്ന് പറയേണ്ടി വരും. ക്ലീഷേ ക്ലൈമാക്സ് ആയിരുന്നെങ്കിൽ ഇതിനേലും നന്നായനെ. കുറച്ചുകൂടെ പടങ്ങളിൽ അസോസിയേറ്റ് ആയിട്ടൊക്കെ നിന്നിട്ട് സംവിധായകനായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ. ഭാവിയുള്ള സംവിധായകൻ തന്നെ. അതേ സംവിധായകനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അതും ഈ ഓണസമയത്ത് തന്നെ ഈ പടം കൊണ്ടുവന്ന് ഇറക്കിയത് ആനമണ്ടത്തരം എന്ന് പറയാനല്ലാതെ വേറൊന്നുമില്ല. പിന്നെ പറയേണ്ടത് പാട്ടുകൾ. മ്യൂസിക് ചെയ്തിരിക്കുന്ന സ്റ്റെഫിൻ ജോസും എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം ഫൈറ്റാണ്, അതും തമിഴ്നാട്ടിലെ ഫൈറ്റ്. മാത്രമല്ല ഇടവേളയ്ക്ക് ശേഷം പടം തമിഴ് സിനിമയായി പോയ പോലെ ഒരു ഫീല്. കലൈ കിങ്സ്റ്റൺ ആണ് ഫൈറ്റ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാർക്കോ, ആലപ്പുഴ ജിംഖാന, ഭ്രമയുഗം അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഫൈറ്റ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഇതിലും ഫൈറ്റ് സീനുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഓഫ് ടൈമിൽ ഇറക്കിയിരുന്നെങ്കിൽ വിജയിക്കേണ്ടിയിരുന്ന ഒരു പടം ഓവർ കോൺഫിഡൻസ് കാട്ടി ഓണത്തിനിറക്കി. ഏതായാലും പറ്റിയാൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ. പിന്നെ വേറെ ചില ഓണച്ചിത്രങ്ങളെക്കാൾ ഭേദപ്പെട്ടത് എന്നുള്ള രീതിയിലും.